ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഓഗസ്റ്റ് 19, 2026. മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ഒറ്റ സ്ട്രെച്ചിലുള്ളൊരു ഫോളല്ല. കഴിഞ്ഞ നമ്മുടെ വീക്ക്ലി പോഡ്കാസ്റ്റിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നൽകുന്നത് ഒരു ട്രിഗർ കുറച്ചുകൂടി നെഗറ്റീവായിട്ടുള്ള ട്രിഗറാണെന്നുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 7ാമത്തെ ദിവസമാണ് കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് വരുന്നത്. 12ാമത്തെ ദിവസമാണ് ലോവർ ലോ എന്ന് പറയുന്ന ഒരു പാറ്റേൺ നമുക്ക് സ്റ്റോക്കിൽ ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. 24,000 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ഹോൾഡ് ചെയ്തു എന്ന് മാത്രമാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. 24,078 നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 76 പോയിന്റ് നഷ്ടമാണ് നിഫ്റ്റി വലിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലും ഇന്ന് നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് കുറവായിരുന്നു. 22 പോയിന്റ് ഇടിവാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിൽ ഫ്ലാറ്റാണ്. അതേസമയം സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വളരെ ശക്തമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡിസംബർ 2025 ശേഷം ആണ് ആദ്യമായിട്ടൊരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിഫ്റ്റി ഡൗൺ സൈഡ് ക്ലോസിംഗ് വരുന്നത്. അതായത് ഒരു 10 മാസം, ഒരു 2025 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏകദേശം 5-6 മാസത്തിന് ശേഷമാണ്, 7 മാസത്തിന് ശേഷമാണിപ്പോൾ ഈ ഒരു ക്ലോസിംഗ് ഇങ്ങനെ ഒരു നിഫ്റ്റിയിൽ കാണുന്നത്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്രൂഡ് തന്നെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും തലപൊക്കി വരുന്നു. അവിടെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സുകൾ വരുന്നു. കൂടുതൽ അഗ്രസീവായിട്ട് യുദ്ധം വീണ്ടും പോകുമോ എന്നുള്ള ഒരു ഭയം ഉണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ബ്രൻഡിലും അതുപോലെ തന്നെ ക്രൂഡിലും ഒക്കെ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ക്രൂഡ് മാർക്കറ്റിൽ $93 ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചും ഏറ്റവും വലിയ നെഗറ്റീവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് പുറമെ ബോണ്ട് മാർക്കറ്റുകളിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു. അത് മാർക്കറ്റുകളെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, റുപ്പി ഡോളർ ഇക്വേഷനും കൂടി റുപ്പി വീണ്ടും വീക്കാവുന്നതെന്ന് വേണം കാണാൻ. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൂടി ചേർത്ത് വായിക്കുന്ന സമയത്ത് മാർക്കറ്റിന് നെഗറ്റീവ് ആവാൻ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. അത് 3 കാരണങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടുള്ളത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 24,000. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 57,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ഉള്ളത്. നാളെ സെൻസെക്സിൻ്റെ വീക്കിലി എക്സ്പയറിയാണ്. ഈ ഒരു ബ്രേക്കുകൾ കൂടി അല്ലെങ്കിൽ ഈ ഒരു ലെവലുകൾ കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വീണ്ടും കുറച്ച് ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. അൺടിൽ വി ആർ നോട്ട് ഗെറ്റിംഗ് എനി പോസിറ്റീവ് ന്യൂസ് ഫ്രം വെസ്റ്റ് ഏഷ്യയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളൊന്നും വരുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഈ രീതിയിലുള്ള ബിഹേവിയർ ആയിരിക്കും ഉണ്ടാകുക. കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് Q1 റിസൾട്ടുകൾ ഓൾമോസ്റ്റ് ഓവറായി കഴിഞ്ഞു. ക്രൂഡ് തന്നെയാണ് ഇന്ത്യയെ തുറച്ചു നോക്കുന്ന വലിയൊരു കാര്യം. ക്രൂഡ് വീണ്ടും ഉയരുക $90 മുകളിൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. അതിന് മുകളിലേക്ക് പോയി എന്ന് പറയുമ്പോൾ തന്നെ നെഗറ്റീവായിട്ട് മാർക്കറ്റ് എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. FIIസിനെ സംബന്ധിച്ചിട്ട് ഇന്ന് ചെറിയ രീതിയിൽ FIIs ബൈങ് നടത്തിയിട്ടുണ്ട്. ഇന്നലെ കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ സെല് ചെയ്തിരുന്നു. ഇന്ന് 408 കോടി രൂപയുടെ ബൈങ് ആണ് ക്യാഷ് മാർക്കറ്റിലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,974 കോടി രൂപയുടെ ബൈങ്ങും നടത്തിയിരിക്കുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഒരു സെക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് HCL ടെക്കിൻ്റെ ഭാഗത്തു നിന്നാണ്. HCL, അതുപോലെ തന്നെ എറ്റേണൽ, സൺഫാർമ, ഇൻഫി, കൊട്ടാക് ബാങ്ക്, JSW സ്റ്റീൽ, TCS, ടൈറ്റൻ ഒക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതേസമയം നെഗറ്റീവ് സൈഡിലേക്ക് ഏറ്റവും ട്രാക്ക് ചെയ്തത് റിലയൻസ് ആണ്. റിലയൻസും ICICI ബാങ്ക്, HDFC ബാങ്ക്, ITC, ഭാരതി എയർടെൽ പോലുള്ള സ്റ്റോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ഇന്ന് വന്നിരിക്കുന്നത്. സോ അതുപോലെ തന്നെ മാക്സ് ഹെൽത്ത് കെയർ, SBI, പവർ ഗ്രിഡ്, ആക്സിസ് ബാങ്ക് പോലുള്ള സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് വന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നാളെ സപ്പോർട്ട് കിട്ടാൻ സാധ്യത എന്ന് പറയുന്നത് 24,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അതിന് താഴെ 23,825 മുതൽ 23,925 വരെയുള്ള 100 പോയിന്റാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത്. അതേസമയം അപ്സൈഡിൽ ലിമിറ്റഡ് ആണ്. 24,175 മുതൽ 24,265 വരെയുള്ള ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 56,750, 56,925 എന്ന് പറയുന്നത് ഒരു സോണാണ്. 57,000 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അതിന് താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 56,750 മുതൽ 56,925 വരെയുള്ള 100 പോയിന്റ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലാണ്. അതേസമയം അപ്സൈഡിൽ 57,475 മുതൽ 57,675 വരെയുള്ള 200 പോയിന്റിലാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത.
നാളെ സെൻസെക്സിൻ്റെ വീക്കിലി എക്സ്പയറിയാണ്, അതിൻ്റെ വൊളറ്റാലിറ്റി കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതേസമയം നാളെ പ്രധാനമായിട്ടും മാർക്കറ്റിലേക്ക് വരുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ ക്രൂഡും അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്നോ ഇറാൻ്റെ ഭാഗത്തുനിന്നോ വീണ്ടും കടുക്കുകയാണെങ്കിൽ വീണ്ടും അത് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരും. അതുതന്നെ ബോണ്ട് ഈൽഡ് മാർക്കറ്റ്, ബോണ്ട് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതും വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും. ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള 1-2 ന്യൂസുകളിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തുന്നവരാണ്, നിക്ഷേപത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ ഉള്ളവരുമായിട്ട് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ ഇന്ന് ഇറാനുമായിട്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. കുറേ ഡെവലപ്മെൻറ്റുകൾ വന്നിരിക്കുന്നത് ഇറാനും അത് തനതായ രീതിയിൽ വെല്ലുവിളി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ട്രംപ് തിങ്കളാഴ്ച പറയുന്നു ഇറാനുമായിട്ടും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ട് ഒമാനും ഒക്കെ ആയിട്ട് ഖത്തറും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്, ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു കരാറുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. പക്ഷേ ചൊവ്വാഴ്ച, അതായത് ഇന്നലെ പറഞ്ഞത് ഒരു സംസാരവും നടക്കുന്നില്ല എന്നുള്ളതാണ്. US ഒഫീഷ്യൽസ് തന്നെ അത് കൺഫേം ചെയ്യുകയും ചെയ്തു. ഒരു തരത്തിലുള്ള ടോക്കോ ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളത്. അത് വീണ്ടും മാർക്കറ്റിനെ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് കൊണ്ടുപോയി. അതുപോലെ തന്നെ പേടിപ്പിച്ച് ബോംബുകളും മറ്റുമൊക്കെ ആക്രമിച്ചുകൊണ്ട് അവരെ ടേബിളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോഴും US ഉപയോഗിക്കുന്നുള്ളൊരു വാർത്തയും വന്നു. അതിനുശേഷമാണ് സാങ്ഷൻസ്, വീണ്ടും എക്കണോമിക് പ്രഷേഴ്സ് അല്ലെങ്കിൽ സാമ്പത്തികമായ ഉപരോധങ്ങളും സാങ്ഷൻസും ഒക്കെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു ഉപായം എന്ന് പറയുന്നു. ഇറാനെ സംബന്ധിച്ചിട്ട് പുതിയൊരു കാര്യമല്ല, കാരണം 1972 മുതൽ 40 വർഷമായിട്ട് അവർ ഈ സാങ്ഷൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും നമുക്കറിയില്ല. അതേസമയം ഇറാൻ പറയുന്നത് ഇറാൻ അവരുടെ ഡിമാൻഡുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരിപ്പോൾ പറയുന്നത് GCC മൊത്തമുള്ള അമേരിക്കയുടെ താവളങ്ങൾ ഒഴിയണം, അതുപോലെ തന്നെ നേവൽ ബ്ലോക്കേജ് മാറ്റണം, ഈ പറയുന്ന ഹോർമൂസിലുള്ള കൺട്രോൾ നമുക്ക് തരണം, നമ്മളവിടെ ടോൾ കൊണ്ടുവരും, അവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ആർമി പിൻവലിയണം, അവിടെ ബ്ലോക്കേജ് ഉണ്ടാവരുത്, അങ്ങനെ കാര്യങ്ങൾ ഇറാൻ്റെ ലിസ്റ്റിൽ കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോർമോസിനുമായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങൾ കൂടുന്നു, ഇറാനും വിട്ടുകൊടുക്കുന്നില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വാൾ സ്ട്രീറ്റ് ജേർണലും അതുപോലെ തന്നെ മറ്റു ചില മാധ്യമങ്ങളും റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഇറാൻ ഇറാഖ് യുദ്ധമുണ്ടായ സമയത്തുണ്ടായിരുന്ന അവരുടെ കമാൻഡറെ, അവരുടെ IGCCയുടെ കമാൻഡറെ അവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ 5 മുസഫ ഖമേനി, അവരുടെ പുതിയ മേധാവി 5-6 പോയിന്റുകൾ സൈന്യങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലൊന്ന് പഴയ അവരുടെ സീക്രട്ട് പോലീസിൻ്റെ തലവനെ, റിട്ടയർ ചെയ്തിരിക്കുന്ന പോലീസിനെ ഹെഡിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റുകളും മറ്റുമൊക്കെ തന്നെ ഇറാനിൽ കുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സ്പൈ വർക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനിലുണ്ട്, അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഇറാനിയൻ ആർമിയുടെ മുകളിൽ റവല്യൂഷണറി ഗാർഡിന് ശക്തമായിട്ടുള്ള കൺട്രോൾ ഉണ്ടാകും. ഇറാനിയൻ ആർമി പിന്നെയും കുറച്ച് മൈൽഡാണ്, അവർ സാധാരണ യഥാർത്ഥ രീതിയിൽ യുദ്ധം ചെയ്യുന്ന ഒരു ആർമിയാണ്. പക്ഷേ റവല്യൂഷണറി ഗാർഡ് കുറച്ചുകൂടി അഗ്രസീവാണ്, എങ്ങനെയെങ്കിലും സിറ്റുവേഷൻ സർവൈവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് അവർക്കുള്ളത്. സോ അവരുടെ ഒരു കൺട്രോൾ ഇറാനിയൻ ആർമിയുടെ മുകളിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി അഗ്രസീവ് ആവും. പിന്നീടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അറിയുന്നു, അതായത് വലിയ യുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കുക, കൂടുതൽ സമയമെടുക്കുന്ന വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കുക, കരയുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കുക, ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചതായിട്ട് അറിയുന്നു. മാത്രമല്ല റഷ്യയും ചൈനയും അവരുടെ കര ബോർഡറുകൾ പങ്കിടുന്ന വഴി ഈ പറയുന്ന ഇറാന് ആയുധങ്ങൾ എത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരവും വരുന്നു. ട്രംപ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇതൊന്നും ഒഴിയണം, പക്ഷേ പറ്റുന്നില്ല. അതുപോലെ അവരുടെ ഏറ്റവും വലിയ പടക്കപ്പലുകളായിട്ടുള്ള എബ്രഹാം ലിങ്കണും അതുപോലെ തന്നെ വാഷിങ്ടണും ഒക്കെ തന്നെ അവരുടെ സെയിലേഴ്സ്, അവരുടെ നാവികന്മാർ കടലിൽ തുള്ളുന്നു, മരിക്കുന്നു, അങ്ങനെയുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം അവർ കണ്ടിന്യൂസ് ആയിട്ട് വാർ സൈഡിലാണുള്ളത്. സോ അതും മറന്നു. പിന്നെ മാത്രമല്ല പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പ്രൈസ് അമേരിക്കയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങളെതിരായിക്കൊണ്ടിരിക്കുന്നു. ട്രംപിൻ്റെ വോട്ടിംഗ് നവംബറിൽ വരുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇടിവ് സംഭവിക്കുന്നു. ഇപ്പോൾ ജനപ്രീതിയിൽ വാർ നടത്തില്ല, ഇനി നമുക്ക് വാർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വന്ന ട്രംപ് വീണ്ടും യുദ്ധത്തിലേക്ക് പോയിരിക്കുന്നു.
അദ്ദേഹം ഇതുവരെ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നു. അതായത് ഇറാൻ ആണവ ശക്തി ആവില്ല എന്നതിനേക്കാൾ വലിയതല്ല നമ്മുടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പൈസ, അതുപോലെ നമ്മൾ സഹിക്കേണ്ടി വരുമെന്ന രീതിയിലുള്ള പ്രസ്ഥാനമൊന്നും. അതൊക്കെ തന്നെ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രംപിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന അമേരിക്കൻ ജനതയുമാണ് കാണുന്നത്. സോ ഓൾ ടുഗെദർ എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷനിലേക്ക് വരിക എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ച് മുന്നോട്ടിയായിട്ടുള്ളത്. അതേസമയം സെപ്റ്റംബറിൽ ഷീ ജിൻപിങ് അമേരിക്കയിലേക്ക് വരുന്നുണ്ട്. ആ ഒരു സമയത്തായിരിക്കും ഇനി ആകെയുള്ളൊരു പ്രതീക്ഷ ഏതെങ്കിലും തരത്തിൽ ഷീ ജിൻപിങ്ങിൻ്റെ ഒരു മധ്യസ്ഥതയിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു കരാറിലേക്ക് വരിക എന്ന് മാത്രമാണ്. അതുവരെ ഇത് മാക്സിമം നീട്ടിവലിച്ചു കൊണ്ടുപോകാൻ ഇറാനും ശ്രമിക്കും. കാരണം ഇറാൻ ഇപ്പോൾ വിടുന്നില്ല. ഇറാൻ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇറാനും കട്ടക്ക് നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഭാഷയിൽ അതുപോലെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ബോണ്ട് ഈൽഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. ബോണ്ട് ഈൽഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ബേർഡൻ കൂടും. പുതിയ കടമെടുക്കുന്ന സമയത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ആ സമയത്ത് അത് ഇൻഫ്ലേഷന് കാരണമായി വരും. അത് ഇപ്പോൾ പ്രൈവറ്റ് ഡെറ്റ് മാർക്കറ്റിനെ ബാധിക്കും. അത് പ്രൈവറ്റ് കമ്പനികളുടെ ഡെറ്റ് റേസിംഗ് കപ്പാസിറ്റിയെ ബാധിക്കും. ഇപ്പോൾ നമുക്കറിയാം AI പോലുള്ള കാര്യങ്ങൾക്കായിട്ട് കൂടുതൽ പണം കണ്ടെത്തുന്ന തിരക്കിലാണ് പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത്, ബോണ്ട് റേറ്റ് ഒക്കെ കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് നിൽക്കും. അത് അല്ലെങ്കിൽ പണം എടുക്കുന്ന കമ്പനികൾ പോലും അത് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുത്ത് എടുക്കേണ്ടി വരും. അവരുടെ ബ്രേക്ക് ഈവൻ വീണ്ടും മുന്നോട്ട് പോകും. അവരുടെ പ്രോഫിറ്റബിലിറ്റി അത് ബാധിക്കും. ഇതൊക്കെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊരു ഇഫക്റ്റാണ് നമുക്ക് ഈ ഒരു ബോണ്ട് ഈൽഡ് കൊണ്ട് ഉണ്ടാവുന്നത്. ഇതിൻ്റെയൊക്കെ ബേസിക് ഇഷ്യൂ ഇറാൻ ഇത് തന്നെയാണ്. പെട്രോൾ ഡീസൽ ചരിത്രത്തിൽ ആദ്യമായി $100 മുകളിലാണ് ഇപ്പോൾ ഡീസൽ മാർജിൻ കടന്നിരിക്കുന്നതെന്നാണ് അറിയുന്നത്. യൂറോപ്പിലൊക്കെ തന്നെ ജർമ്മനിയുടെയൊക്കെ സ്പെൻഡിങ് വളരെ കൂടിയിരിക്കുന്നു. ജർമ്മനിയുടെ ഡിഫൻസ് സ്പെൻഡിങ് കൂടിയിരിക്കുന്നു. അവരുടെ ബഡ്ജറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടിയിരിക്കുന്നു. UK, ജപ്പാൻ പോലുള്ള എല്ലാ രാജ്യങ്ങളിലും ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടുന്നു. ബോണ്ട് ഈൽഡ് വീണ്ടും വർദ്ധിക്കുന്നത് മൊത്തത്തിൽ നമ്മൾ ഒരു ആഗോള മന്ദതയിലേക്ക് പോകുമോ എന്നുള്ള സംശയം വരെ ചില എക്കണോമിസ്റ്റുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ ഓൾ ടുഗെദർ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണുള്ളത്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ച് ഹോർമോസിൽ ഒരു കാര്യമായിട്ടുള്ള ചലനമുണ്ടായി. ഇപ്പോൾ ഏകദേശം ഒരു 16 ലക്ഷത്തോളം ബാരലുകളാണ് ഒരു ദിവസം കടന്നു പോകുന്നതെന്നാണ് അറിയുന്നത്. സോ ഇത് വളരെ കാര്യമല്ല. ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്ന വാർത്ത, US സൈനികർക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്തു കൊടുത്താൽ ആ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാൻ പരസ്യമായി പറഞ്ഞിരിക്കുന്നു. സോ ഓൾ ടുഗെദർ ഒരു വലിയൊരു സിറ്റുവേഷൻ. വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് ഇപ്പോഴും തണുത്തിട്ടില്ല. ഇതൊരു ചൂടായി വരുന്നു. അത് മാർക്കറ്റിനെ ബാധിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന പെട്ടെന്ന് രാജ്യങ്ങൾ തമ്മിൽ നടത്തുകയാണെങ്കിൽ അത് മാർക്കറ്റിൽ നല്ല രീതിയിലൊരു ബ്രീഫിംഗ് കൊണ്ടുവരും എന്നുള്ളതാണ്. സോ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് പറയുന്നില്ല. ഒന്ന് പ്രധാനപ്പെട്ട ന്യൂസ് ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഗവൺമെൻറ്റിനോട് വീണ്ടും അവർ ഡൊമസ്റ്റിക് ഗ്യാസ്, അതായത് ഗ്യാസ് പൂൾ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു. കാരണം ഇമ്പോർട്ട് ചെയ്യുന്ന ഗ്യാസിനെ സംബന്ധിച്ചിട്ട് വളരെ വലിയ പ്രൈസാണ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഗ്യാസ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആവറേജ് പ്രൈസ് കുറച്ചുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഗവൺമെൻറ്റുമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയ അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അത് ജൂലൈയോടുകൂടി ഈ സംഘർഷം അയഞ്ഞതോടുകൂടി അത് നിർത്തിയിട്ടുണ്ടായിരുന്നു. വീണ്ടും അത് പുനരാരംഭിക്കുക എന്നുള്ള ഉദ്ദേശമാണ് കമ്പനികൾ ഗവൺമെൻറ്റിനെ സമീപിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഇൻപുട്ട് കോസ്റ്റ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ചെറിയ രീതിയിൽ മെച്ചപ്പെടും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന IGL, അദാനി ടോട്ടൽ ഗ്യാസ്, പെട്രോനെറ്റ്, LNG പോലുള്ള സ്റ്റോക്കുകൾ, MGL പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ തരുന്ന ഒരു മുന്നേറ്റം സാധ്യത. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നമ്മുടെ 40% LNG നമ്മൾ ഖത്തറിൽ നിന്നാണ് സെക്യൂർ ചെയ്യുന്നത്. അവിടെ വീണ്ടും പ്രശ്നങ്ങളുണ്ട്. അവിടെ ഖത്തറിലെ പ്രൊഡക്ഷൻ ഇപ്പോഴും നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു വന്നില്ല എന്നാണ് അറിയുന്നത്. സോ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം എന്ന് പറയാം. അതുപോലെ തന്നെ പേടിഎം ഇന്നലെ വലിയൊരു ബ്ലോക്ക് ഡീൽ നടത്തുകയുണ്ടായി. പേടിഎമ്മിൻ്റെ ഫൗണ്ടറായിട്ടുള്ള വിജയശേഖർ ശർമ്മയുടെ തന്നെ കമ്പനിയായിട്ടുള്ള റെസിലിയൻ്റ് അസറ്റ് മാനേജ്മെൻറ്റാണ് അവരുടെ സ്റ്റോക്കുകൾ വിറ്റിരിക്കുന്നത്. ഇതോടുകൂടി അവരുടെ 10.2% ഉണ്ടായിരുന്ന ഓഹരി പങ്കാളിത്തം ഇപ്പോൾ 7.2% കുറഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി വലിയ ബ്ലോക്ക് ഡീലുകൾ ഏതായാലും 90 ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്നൊരു ആശ്വാസം പേടിഎമ്മിനുണ്ട്. പേടിഎം ഇപ്പോൾ ക്യാഷ് റിച്ച് ആയി നിൽക്കുന്നു. അതുപോലെ തന്നെ ഫ്യൂച്ചർ ഔട്ട്ലുക്സ് ഒക്കെ തന്നെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. പേടിഎം നിക്ഷേപയോഗ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴില്ല, ഒരു ബൈ റെക്കമെൻഡേഷനൊന്നുമല്ല. അതേസമയം പല സ്റ്റോക്കുകൾ, നല്ല സ്റ്റോക്കുകൾ ബൈ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഈ സ്റ്റോക്ക് നമ്മളിന്ന് സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു ഫിലാറ്റെക്സ്. ഇന്നല്ല 73 രൂപ നിലവാരത്തിൽ നിന്ന് 86 രൂപയിലേക്ക് ഫിലാറ്റെക്സ് വരുന്നുണ്ട്. ചെന്നൈ പെട്രോ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓപ്ഷൻസിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള സ്റ്റോപ്പ് ലോസുകൾ വരുന്നുണ്ട്. കാരണം മാർക്കറ്റ് വളരെ വോളറ്റൈലാണ്. നമ്മൾ ഡയറക്ഷൻസ് കിട്ടുന്നു, പക്ഷേ വീണ്ടും നമുക്കത് ആ ഒരു പോസിറ്റീവ് ട്രിഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല മാർക്കറ്റ്. അതിൻ്റെ ഒരു ഇഫക്റ്റാണ് ഓപ്ഷൻസിലും വരുന്നത്. സോ മാക്സിമം റിഫൈൻഡ് ആയിട്ടുള്ള നമുക്ക് കോൾസുകളും കാര്യങ്ങളൊക്കെ തരാം. നമ്മുടെ സ്വിങ്സ് ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള പിക്കുകൾ ഇന്നും ഞാനൊരു 3 പിക്കുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്.
സോ താല്പര്യമുള്ളവർക്ക് നമ്മുടെ പേഴ്സണൽ ടെലിഗ്രാം ചാനലുകളും മറ്റൊക്കെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് മൾട്ടി ഇയർ സ്റ്റോക്കുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ബാഗർ പിക്കുകളൊക്കെ തന്നെ മാക്സിമം റിഫൈൻഡ് ആയിട്ടുള്ള രീതിയിൽ വാല്യൂഷൻ വൈസ് വളരെ കുറഞ്ഞ രീതിയിലുള്ള സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ തന്നെയായിട്ട് നമ്മുടെ സർവീസുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ ഉപയോഗിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. പശ്ചിമ ഏഷ്യൻ സംഘർഷത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് വീണ്ടും മാർക്കറ്റ് റോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലിലേക്ക് ട്യൂൺ ചെയ്തിരിക്കുക. കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് മറ്റൊരു വീഡിയോ കാണാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ മാക്സിമം താങ്ക് യു ഫോർ വാച്ചിങ്.